ഓർത്താൽ മതിയല്ലോ. ഇപ്പം കേന്ദ്ര സർക്കാർ ഈ നരേന്ദ്രമോദി അവിടെ കയറിയില്ലായിരുന്നെങ്കിൽ ഈ സ്ഥലം മൊത്തം വക്കപ്പായി പോകുമായിരുന്നോ? നിങ്ങൾ അതിന് എനിക്ക് മറുപടി തരണം. പോകുമായിരുന്നോ പോകില്ലായിരുന്നോ നിങ്ങളൊന്ന് മറുപടി എനിക്ക് തരണം കേട്ടോ. ഇത് കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു മറുപടി തരണം. പോകുമായിരുന്നോ പോകില്ലായിരുന്നോ നിങ്ങളൊരു മറുപടി തരണം. നല്ലവരായ നിങ്ങൾ മറുപടി എനിക്ക് തരണം. അതെന്താണെന്ന് വെച്ചാൽ ഈ വക്കപ്പ് ഭൂമി ഇപ്പോഴും നമ്മുടെ കോൺഗ്രസ്സാണ് കയറിയിരുന്ന് ഭരിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ സ്ഥലം മുക്കാലും വക്കപ്പായി പോകണം. ഇന്ത്യയുടെ ഭാഗവും വക്കപ്പായി പോയേന്. അത് ഉറപ്പായ കേസാണ്. ഇപ്പം ഇതിന് നിയമം ഇത്രയും കൊണ്ടുവന്നതും പാർലമെൻറ്റിൽ ചെന്നപ്പോൾ ഇവിടെ കിടന്നിട്ട് അവരുടെ അടുത്തും പോയി നിങ്ങളെ ഞാൻ ഇപ്പം ശരിയാക്കിയേക്കാം, നിങ്ങൾക്ക് ഞാൻ ഇപ്പം ഉണ്ടാക്കി തന്നേക്കാമെന്നും പറഞ്ഞിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഈ സാധനം എല്ലാം കൂടെ എതിർക്കുകയല്ലേ ചെയ്ത്. അല്ലാതെ നിങ്ങൾക്ക് ഗുണം ചെയ്യുകയല്ലല്ലോ ചെയ്തേ, എതിർക്കുകയല്ലേ ചെയ്തേ. അതെന്തുകൊണ്ട് ഈ അച്ഛന്മാരും ഈ ക്രിസ്ത്യാനികളും മനസ്സിലാക്കിയില്ല? എല്ലാ മതക്കാരുടെയും സ്ഥലമുണ്ട്, ഒരു മതത്തിൻ്റെ മാത്രമല്ല, എല്ലാ മതക്കാരുടെയും സ്ഥലമുണ്ട്. മുസ്ലിങ്ങളുടെ സ്ഥലമുണ്ട്. ഒത്തിരി മുസ്ലിങ്ങൾ പറയണത് ഞാൻ കേട്ടു, അവരുടെ സ്ഥലം വക്കപ്പാക്കി വെച്ചേക്കുവാന്ന്. അവരുടെ കാരണന്മാരായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അതെല്ലാം കാരണന്മാർ പോയി, എന്നിട്ടത് വക്കപ്പാക്കി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ എഴുതിയെടുത്തേക്കണു. പാട്ടത്തിന് കൊടുത്ത സ്ഥലം ഇവർ വക്കപ്പാന്നും പറഞ്ഞ് എഴുതിയെടുത്തപ്പോൾ ആ കൊടുത്ത ആൾ ചത്തും പോയി. വക്കപ്പാന്ന് പറഞ്ഞാൽ വക്കപ്പ്. അതവിടെ പാർലമെൻറ്റിൽ ഇവരുടെ എല്ലാ ആൾക്കാരെല്ലാം കയറിയിരിക്കും. അന്ന് ഇവരല്ലേ കയറിയിരിക്കുന്നതാണ്. ഇവരവിടെ പാസ്സാക്കി. പോരാത്തത് മൻമോഹൻ സിംഗും കൂടെ പാസ്സാക്കി. അപ്പം പൂർത്തിയായില്ലേ ആ കേസ്? ഇപ്പം അത്രയും അവിടെ നിയമം പാസ്സാക്കിയോണ്ടാണല്ലോ അവർക്ക് അത്രയെങ്കിലും ഒരു ഗുണമുണ്ടായത്. ഇനി കേന്ദ്ര സർക്കാർ അതിന് പോക്കുവരവ് ചെയ്യാനും വക്കപ്പെന്ന് പറഞ്ഞൊരു സാധനം അർഹതയുള്ളത് അവർക്ക് കൊടുക്കുക, അർഹതയില്ലാത്തത് കയറിയെടുത്തത് മാത്രം നമ്മൾ തിരിച്ചെടുക്കുക. അവരുടെ ഭൂമി ഉള്ളത് രേഖ ഉണ്ടാകണം, ആ രേഖ പ്രകാരമുള്ളത് അവർക്ക് തിരിച്ചു കൊടുക്കുക. ബാക്കിയെല്ലാം തിരിച്ചെടുത്ത് ആ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുക. അതിൻ്റെ പോക്കുവരവും ചെയ്ത് ഫുൾ ആധാരത്തിൻ്റെ സർവ്വതും അവർക്ക് കൈ കൊടുക്കാൻ കേന്ദ്ര സർക്കാർ ഇറങ്ങണം. അവരത് ചെയ്ത് കൊടുക്കണം. ഇനി വക്കപ്പെന്ന് പറഞ്ഞൊരു സാധനം ഈ രാജ്യത്ത് ഉണ്ടാകരുതെന്നും പറഞ്ഞ് അതും ഒരു നിയമം ഉണ്ടാക്കണം. ആർക്കും അങ്ങനെ വേണ്ടെന്നേ. വക്കപ്പും വേണ്ട, ദേവസ്വം വേണ്ട. ദേവസ്വത്തിന് നിയമം ഉണ്ടാക്കണം. ദേവസ്വം ബോർഡേ വേണ്ട, അതൊന്നും വേണ്ട. ക്രിസ്ത്യാനികൾ അതാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ കൈക്ക് മാത്രം കൊടുത്തുകൊണ്ടിരുന്നിട്ട് അച്ഛന്മാരാണ് ഇത് ചിന്തിക്കേണ്ടത്.